തൃശൂർ മാപ്രാണത്ത് സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ കല്ലേറ്. ബുധനാഴ്ച രാത്രി 9:30ഓടെയാണ് തളിയകോണം ചകിരി കമ്പനിക്ക് സമീപമാണ് സംഭവം ഉണ്ടായത്. ഇരിങ്ങാലക്കുട നഗരസഭ 41-ാം വാർഡ് LDF സ്ഥാനാർത്ഥി പാണപ്പറമ്പിൽ വിമി വിജേഷിന്റെ വീടിന് നേരെയാണ് കല്ലേറുണ്ടായത്. വിമി തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി പുറത്തുപോയിരുന്നു. ഭർത്താവ് വിജേഷ് വിദേശത്താണ്. വയോധികയായ അമ്മയും 2 മക്കളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. നാട്ടുകാർ സ്ഥലത്തെത്തി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ഇരിങ്ങാലക്കുട പോലീസ് സ്ഥലത്തെത്തി CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. വന്ന വഴിക്ക് മോളൊക്കെ പേടിച്ച് വിറച്ച് ഇരിക്കുകയാണ്. അമ്മ കല്ലെറിഞ്ഞു, ആൾക്കാർ വന്ന് കല്ലെറിഞ്ഞിട്ട് പോയി എന്നൊക്കെ പറഞ്ഞ് ഇവര് കല്ലെറിയണ ഒച്ചകൾ കേട്ടിട്ടാണ് ഇവര് വീടിനകത്തുനിന്ന് ഓടി പുറത്തേക്ക് വന്നത്. അപ്പൊ ആരും കണ്ടില്ല. രണ്ടാൾ ഉച്ചയ്ക്ക് വന്ന് വിമി വിജേഷിന്റെ വീടല്ലേ എന്ന് ചോദിച്ചു. ഞാനതേന്ന് പറഞ്ഞു പക്ഷെ അവര് പോയി. പിന്നെ എന്താ നിന്നില്ല, അതിന് പറ്റുണ്ട്. പിന്നെ അത് കഴിഞ്ഞൊരു 9:30 നേരത്ത് അപ്പൊ ഞാൻ ഉള്ളിലായിരുന്നു. അപ്പൊ 2 കല്ല് ചടകടയുന്നു. അപ്പൊ എനിക്ക് പേടി തോന്നില്ല, പുറത്ത് കിടന്ന് നോക്കി. ഇപ്പൊ കടക്കുമ്പോ ഈ കല്ല് കിടക്കണുള്ളൂ. തൃശൂരിൽ നിന്നാണ് വാർത്ത വന്നിരിക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ കല്ലേറുണ്ടായിരിക്കുന്നു. ബുധനാഴ്ച രാത്രി 9:30ഓടെയാണ് തളിയകോണം ചകിരി കമ്പനിക്ക് സമീപമാണ് സംഭവമുണ്ടായത്. ഇരിങ്ങാലക്കുട നഗരസഭയിലെ 41-ാം വാർഡ് LDF സ്ഥാനാർത്ഥി പാണപ്പറമ്പിൽ വിമി വിജേഷിന്റെ വീടിന് നേരെയാണ് കല്ലേറുണ്ടായത്. വിമി ഈ സമയത്ത് വീട്ടിലില്ലായിരുന്നു. പ്രചരണത്തിന്റെ ഭാഗമായി പുറത്തുപോയേക്കുകയായിരുന്നു. ഭർത്താവ് വിജേഷും വിദേശത്താണ്. വയോധികയായ അമ്മയും 2 കുട്ടികളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. വീട്ടിലെത്തിയവർ ഇത് വിമിയുടെ വീടാണ് എന്ന് സ്ഥിരീകരിച്ച ശേഷമാണ് കല്ലേറ് ഉണ്ടായത്. പ്രതികരണങ്ങളിൽ നിന്നും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. വിജേഷിന്റെ വീടല്ലേ എന്ന് ചോദിച്ചതിന് ശേഷമാണ് കല്ലേറ് ഉണ്ടായത്. പ്രായമായ അമ്മയും 2 മക്കളും മാത്രമാണ് ഈ കല്ലേറുള്ള സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. നാട്ടുകാരാണ് സ്ഥലത്തെത്തി സംഭവം മനസ്സിലാക്കി ഉടൻ തന്നെ പോലീസിനെ അറിയിച്ചത്. എന്തായാലും ഇരിങ്ങാലക്കുട പോലീസ് സ്ഥലത്തെത്തി CCTV കേന്ദ്രീകരിച്ച് കല്ലേറ് നടത്തിയവരാരാണ് എന്നൊരു അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്.